ഇതിനകത്ത് ആദ്യം ഞാൻ ബഹുമാനപ്പെട്ട സുരേഷ് ഏട്ടന് ഒരു മറുപടി പറയണം. കാരണം അദ്ദേഹം പറയാണ് RSSകാരുടെ കയ്യിൽ നിന്ന് അദ്ദേഹം രാജ്യസ്നേഹം പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. സത്യമാണ്, അദ്ദേഹം RSSകാരുടെ കയ്യിൽ നിന്ന് രാജ്യസ്നേഹം പഠിക്കാൻ അദ്ദേഹം യോഗ്യനുമല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിയും യോഗ്യമല്ല, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവുമായി ചേർന്ന് നിൽക്കുന്ന ആരും യോഗ്യരല്ല. കാരണം 57 വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് ഇന്ത്യയുടെ ദേശീയ പതാകയെക്കുറിച്ച് ഓർമ്മ തന്നെ വന്നത്. 57 ഇന്ത്യ സ്വാതന്ത്ര്യപ്പെട്ട് 57 വർഷത്തിന് ശേഷമാണ് ഈ പറയുന്ന പാർട്ടിക്ക് ഇന്ത്യയിലൊരു പാർട്ടിക്ക് സ്വന്തം ദേശീയ പതാകയെക്കുറിച്ച് ഓർമ്മ തന്നെ വന്നത്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം മാപ്പെഴുതിയ കഥയൊക്കെ പറഞ്ഞു. ഇവിടെ RSSകാർ മാപ്പെഴുതി കൊടുത്തു, RSSകാർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ഞാനൊരു മാപ്പെഴുതിയ കഥ പറഞ്ഞുതരാം. അതായത് ഫയൽ നമ്പർ 421 ഹോം ഡിപ്പാർട്ട്മെൻറ്റ് 1924. അന്ന് BJP അല്ല, നരേന്ദ്രമോദി അല്ല, അമിത്ഷാ അല്ല, ഇവരൊന്നും അന്ന് ഭരണത്തിലില്ലേ. ടു ദ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, സർ വി അണ്ടർസൈൻഡ്, അതായത് ഞങ്ങൾ താഴെ സൈൻ ചെയ്തിരിക്കുന്നവർ, ബെഗ് ടു ഇൻഫോം യു ദാറ്റ് വി ആർ വില്ലിംഗ് ടു ഗീവ് ആൻ അണ്ടർടേക്കിംഗ് ടു ഗവൺമെൻറ് നോട്ട് ടു കമ്മിറ്റ് എനി മോർ ഒഫൻസസ്. അതായത് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് യാചിക്കുന്നു. എന്തിന്? ഞങ്ങൾ ഇങ്ങനെ ഇനിയൊരു നേരത്തെ ചെയ്തതുപോലൊരു ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യില്ല. ഫോർ വിച്ച് വി ആർ അറ്റ് പ്രസൻറ്റ് കൺവിക്റ്റഡ് ആൻഡ് വി ഷോൾ ബി താങ്ക്ഫുൾ ടു ഗവൺമെൻറ്. ഞങ്ങൾ നിലവിൽ ചെയ്തിട്ടുള്ള കുറ്റം പോലത്തെ ഒരു കുറ്റം ചെയ്യില്ല. അപ്പോൾ ഞങ്ങൾ ഗവൺമെൻറ്റിനോട് കടപ്പെട്ടവരായിരിക്കും. ഇഫ് ദേ വിൽ ഡിനൈ ടു കൺസേൺ അവർ റിക്വസ്റ്റ് ഫേവറബിളി ആൻഡ് റിലീസ് as soon as possible. ഞങ്ങളുടെ കുറ്റം ക്ഷമിച്ച് ഞങ്ങളെ വിടാൻ തയ്യാറായാൽ, as we are undergoing suffering which we cannot sustain, ഞങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ യാതന അല്ലെങ്കിൽ ഈ അവസ്ഥ ഞങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല, ഞങ്ങൾക്ക് ഇതിനെ അതിജീവിക്കാൻ സാധിക്കുന്നില്ല. വി ഷോൾ ബി പേഴ്സണലി താങ്ക്ഫുൾ ടു യു ഇഫ് യു വിൽ അറേഞ്ച് വിത്ത് ഗവൺമെൻറ് ഫോർ അവർ പെറ്റീഷൻ ബീങ് ഗ്രാൻഡഡ്. ഞങ്ങളുടെ ഈ പെറ്റീഷൻ ഗ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് താങ്കൾ ഇടപെട്ട് ഗവൺമെൻറ്റുമായി സംസാരിച്ചാൽ ഞങ്ങൾ അതിൽ താങ്ക്ഫുൾ ആണ്. വി ആർ യുവർ ഒബീഡിയൻറ്റ് സർവൻസ്. നിങ്ങളുടെ ഏറ്റവും ഒബീഡിയൻറ്റ് സർവൻസ് എന്ന് പറയുന്ന വാക്ക് ഞാൻ പരിഭാഷപ്പെടുത്തുന്നില്ല, അത് അദ്ദേഹത്തിന് പരിഭാഷപ്പെടുത്താൻ വേണ്ടി ഞാൻ വിട്ടുകൊടുക്കുകയാണ്. അദ്ദേഹത്തിന് ഇംഗ്ലീഷിൽ പാണ്ഡിത്യമുണ്ടെങ്കിൽ അദ്ദേഹം പരിഭാഷപ്പെടുത്തിക്കോട്ടെ. ഞാൻ അത് ജനങ്ങളുടെ മുൻപിൽ, ഈ കേരളത്തിലെ 3 കോടി ജനങ്ങളും ഈ എന്നെ കേൾക്കുന്ന മുഴുവൻ ജനങ്ങളുടെ മുൻപിൽ വയ്ക്കുന്ന അവർ ഒബീഡിയൻറ്റ് സെർവൻസ്, യുവർ ഒബീഡിയൻറ്റ് സെർവൻസ് ആരാണ്? ശ്രീമദ് A.B.S.A. ഡാംഗെ, നളിനി ഭൂഷൺ ദാസ് ഗുപ്ത. അതായത് CPM-ൻ്റെ നേതാക്കന്മാർ എഴുതി കൊടുത്ത വളരെ വ്യക്തവും വടിവത്തതുമായിട്ടുള്ളൊരു മാപ്പപേക്ഷയാണ് ഞാനിപ്പോൾ വായിച്ചത്. അപ്പോൾ അല്ല, ഒരു മിനിറ്റ് താങ്കൾ പറഞ്ഞപ്പോൾ ഇത്ര സൂക്ഷ്മത താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടില്ലേ? എന്തിനാ CPM ഇങ്ങനെ? ഒരു മിനിറ്റ് നിങ്ങൾ വായിച്ചോ, നിങ്ങൾ സമയം വരുമ്പോൾ വായിച്ചോ. ഞാൻ എൻ്റെ സമയം വന്നപ്പോഴല്ലേ വായിച്ചത്. ഞാൻ കൃത്യമായി എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ വായിച്ചു, ധൈര്യമായിട്ട് വായിച്ചു, എനിക്ക് കുഴപ്പമില്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി ഇവരുടെ ഇപ്പോഴത്തെ പുതിയ സഖ്യകക്ഷി ആരാ? ഇവർ തന്നെ പറയുന്ന ചില മാപ്പപേക്ഷകരുടെ പാർട്ടിയിലാണ് ഇവരിപ്പോൾ പോയി അഭയം തേടിയിരുന്നത്. ഞാൻ അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇതാണ് CPM-ന് ഇത്തരത്തിലുള്ള നിലപാടുകളേറുള്ളൂ. മാപ്പപേക്ഷ ഒരു സൈഡിൽ കൂടെ എഴുതി കൊടുക്കും, എന്നിട്ട് മര്യാദയ്ക്ക് ഭാരതത്തിന് വേണ്ടിയിട്ട് പോരാട്ടം നയിക്കുന്നവർക്കെതിരെ ഇത്തരത്തിലുള്ള ആക്ഷേപശരങ്ങൾ, ഇത് ഇവരുടെ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളായി CPM മാറുന്നത് ഇതാദ്യമല്ല, പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അടിയന്തരാവസ്ഥ, ഒറ്റിക്കൊടുപ്പ്, പോലീസുകാർക്ക് കൃത്യമായി വീടുകൾ പറഞ്ഞു കൊടുത്തിരുന്ന CPM നേതാക്കന്മാരുടെ പേരുകൾ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇനിയും പറഞ്ഞ് ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല. അപ്പോൾ എന്താണ് ഭാരതത്തിനകത്ത് സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ CPM എടുത്ത നിലപാട്? അതിനുശേഷം CPM 57 വർഷം കാത്തിരുന്ന എന്തിനാണ്? ഇന്ത്യൻ പതാക അവരുടെ ഓഫീസുകളിൽ ഉയർത്താൻ. അതുപോലെ തന്നെ ഇന്ത്യൻ പട്ടാളക്കാർക്ക് 1962 നടന്ന ഇന്ത്യ ചൈന യുദ്ധം നടന്ന സമയത്ത് ചൈനയ്ക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ഇന്ത്യൻ പട്ടാളക്കാർക്ക് രക്തം കൊടുക്കാൻ തുരിഞ്ഞിറങ്ങിയ ആളിനെ എന്തിനാണ് നിങ്ങൾ ഡീബാർ ചെയ്തത്? ഇതടക്കമുള്ള കാര്യങ്ങൾ ആദ്യം നിങ്ങൾ പറയും. നിങ്ങൾ എന്താ പറയുന്നത്, രാജ്യസ്നേഹം പഠിപ്പിക്കുക, കുടം കമഴ്ത്തിയിട്ട് വെള്ളം ഒഴിക്കുന്ന പരിപാടി RSSകാർക്കില്ല. അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കിക്കോ. നിങ്ങൾ അങ്ങനെ പഠിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുമില്ല, അങ്ങനെ പഠിപ്പിക്കാൻ നിങ്ങൾ യോഗ്യരുമല്ല. അത് ആദ്യം തന്നെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുക. പിന്നെ ഇവർ പറയുകയാണ് എന്താണ്, വിദ്യാഭ്യാസ മന്ത്രി, നേരത്തെ താങ്കൾ എന്നോട് ചോദിച്ചല്ലോ, അതായത് ഭരണഘടനയെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവും, നല്ല കാര്യം. അതുപോലെ ഗവർണറുടെ ചിട്ടവട്ടങ്ങളെ കുറിച്ച് പഠിപ്പിക്കാൻ തയ്യാറാവുന്നു, വളരെ നല്ല കാര്യം. ആ കൂട്ടത്തിൽ വിദ്യാഭ്യാസ മന്ത്രി CPM-നോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഒരു നിയമസഭയ്ക്കകത്ത് ഒരു നിയമസഭാ സാമാജികൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് കൂടി പഠിപ്പിക്കാൻ ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പാർട്ടി തയ്യാറാവണം.
എന്നിട്ട് അതിന് ഒരു നിയമസഭാ സാമാജികൻ എങ്ങനെ ആകാൻ പാടില്ല എന്നുള്ളതിന്റെ ഉദാഹരണമായി ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പഴയ ചെയ്തികൾ കൂടി കാണിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ CPM തയ്യാറാവണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക. ധൈര്യമുണ്ടോ? നിങ്ങൾ ജനാധിപത്യത്തെ കുറിച്ച് പറയുന്നു, നിങ്ങൾ ഈ ഭരണഘടനയുടെ മൂല്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒരു ഭരണഘടനാ സ്ഥാപനത്തിനെ തല്ലി തകർക്കുന്നതാണോ CPM പറയുന്ന ഭരണഘടനാ മൂല്യങ്ങൾ? അതാണോ CPMന്റെ ഭരണഘടനാ മൂല്യം? CPM പറയാൻ തയ്യാറുണ്ടോ? ഇനി നിങ്ങൾ പറയുന്ന ഏതോ ഒരു സ്ത്രീ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഭാരതാംബ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ഒരു സെനറ്റ് ഹാളിൽ വെച്ചതിലാണ് നിങ്ങളെ പ്രശ്നം. നിങ്ങൾ ഈ പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുഴുവൻ കഞ്ചാവ് വലിച്ചു നടക്കുന്ന ചെഗുവേരയുടെ പടം വയ്ക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് അതിനെ എതിർക്കാത്തത്? ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മോഡലാണോ ആ കഞ്ചാവ് വലിക്കുന്ന ചെഗുവേരയുടെ പടം? ആണോ? കഞ്ചാവ് കേസിൽ പ്രതിയായ ആളെ സർക്കാർ പരിപാടിയിൽ കൊണ്ടുവന്ന് ഈ നാട്ടിലെ യുവാക്കളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നു. അതാണോ നിങ്ങൾ പറയുന്ന ഗവർണർ പഠിക്കേണ്ട അല്ലെങ്കിൽ ഗവർണർ പാലിക്കേണ്ടതായിട്ടുള്ള ജനാധിപത്യ മൂല്യം? അങ്ങനെയല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, നിങ്ങൾ എടുക്കുന്ന നിലപാടുകൾ, നിങ്ങൾ ഈ സമൂഹത്തെ തുലയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന നിലപാടുകൾ, ആ നിലപാടുകളെ ചോദ്യം ചെയ്യുമ്പോൾ ഇങ്ങനെ ഹാലിളകിയിട്ട് ഒരു കാര്യമില്ല. ഇനി ഞാൻ എൻ്റെ പോയിന്റിലേക്ക് വരാം. ഭാരതാംബ നേരത്തെ അദ്ദേഹം കോൺഗ്രസിന്റെ പ്രതിനിധി പറയാൻ വേണ്ടിയിട്ട് തയ്യാറായത് അദ്ദേഹം ചരിത്രം പഠിപ്പിക്കാൻ ശ്രമിച്ചു. എനിക്കതിൽ വിരോധമൊന്നുമില്ല. എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം ഒരാൾ പറഞ്ഞു തന്നാൽ അത് കേൾക്കാൻ ഞാൻ തയ്യാറാണ്. 1925 മുതൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്ന RSS എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ രാജ്യത്ത് നിലവിലുണ്ട്. 1925 മുതൽ ഈ RSS എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ ഭാരതാംബയിൽ പൂജിച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും, ദൈനംദിന പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടുവരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഈ ഭാരതാംബയ്ക്ക് വേണ്ടി നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്, പദതുവേ ശകായോ നമസ്തേ നമസ്തേ. ഈ ഭാരതത്തിനൊരു ആവശ്യം വന്നാൽ, എൻ്റെ മാതൃഭൂമിക്ക് ഒരു ആവശ്യം വന്നാൽ എൻ്റെ ശരീരമടക്കം സർവ്വതും ഈ ഭാരതത്തിനായി ഞങ്ങൾ പതിപ്പിക്കും എന്ന് ദിവസേന ശാഖ എന്ന് പറയുന്ന ഞങ്ങളുടെ ദിവസേന ഒത്തുചേരുന്ന സ്ഥലത്ത് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥന പാടുന്നവരാണ് സ്വയം സേവകന്മാർ. അങ്ങനെയുള്ള സ്വയം സേവകന്മാർ ജീവിച്ചിരിക്കുമ്പോൾ, അങ്ങനെയുള്ള സ്വയം സേവകന്മാർ ഈ നാട്ടിൽ കാലുറപ്പിച്ചു നിൽക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ AKജിയെയും EK നയനാരെയും അതുപോലെ തന്നെ നിങ്ങളുടെ പിണറായി വിജയനെയും അതുപോലെ ഇന്ദിരാഗാന്ധിയെയും നെഹ്റുവിനെയും ഭയക്കാത്ത ഞങ്ങളുടെ ഞങ്ങളുടെ മുൻ തലമുറക്കാർ ജീവിച്ചിരുന്ന ഈ നാട്ടിൽ ഭാരതാംബയ്ക്ക് ജീവിതം കൊടുക്കാൻ വേണ്ടി, ഭാരതാംബയ്ക്ക് ജീവൻ കൊടുക്കാൻ വേണ്ടി ജീവിതം സമർപ്പിച്ച ഞങ്ങളുടെ പൂർവ്വസൂരികളായിട്ടുള്ള ആളുകൾ ജീവിച്ചു മരിച്ച ഈ മണ്ണിൽ നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങളുടെ SFI എന്ന് പറയുന്ന തെമ്മാടിക്കൂട്ടം ഒരു തിട്ടൂരം ഇറക്കിയാൽ ആ തിട്ടൂരത്തിൽ ഭയന്ന് ഭാരതാംബ എടുത്തു മാറ്റണമെങ്കിൽ ഞങ്ങളുടെ ശിരസിന് മുകളിലേക്ക് അങ്ങ് കണ്ടിച്ചു കളയണം പ്രിയപ്പെട്ട സഖാവേ. അങ്ങനെ നിങ്ങൾക്ക് ഈ നാട്ടിൽ നിന്ന്, ഈ രാഷ്ട്രസ്നേഹികൾ ജീവിച്ചിരിക്കുന്ന ഈ നാട്ടിൽ നിന്ന് ഭാരതാംബ എന്ന് പറയുന്ന ഭാരതത്തിന്റെ ചിഹ്നത്തെ എടുത്തു മാറ്റാൻ സാധിക്കില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വളയുന്ന കോൺഗ്രസ്സുകാരനെ പോലെയല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ, RSSന്റെ പ്രവർത്തകന്മാർ, ദേശീയവാദികളായിട്ടുള്ള പ്രവർത്തകന്മാർ. അവരെ സംബന്ധിച്ച് തലയറ്റു പോകുമെന്ന് തീരുമാനിച്ചാലും ശരി, ഈ ഭാരതാംബയ്ക്ക് വേണ്ടി സ്വജീവനും സ്വജീവിതവും അത് സമർപ്പിക്കേണ്ടി വന്നാൽ സമർപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പൊ അങ്ങനെയുള്ളിടത്ത് ഞങ്ങൾക്ക് ഭാരതാംബ ഒരു രാഷ്ട്രീയ ചിഹ്നമല്ല, ഞങ്ങൾക്ക് ഭാരതാംബ ഒരു മതചിഹ്നമല്ല. ഞങ്ങളുടെ ഈ നാട്ടിലെ സൈനികരുടെ, ഈ നാട്ടിലെ സാധാരണക്കാരന്റെ, ഈ നാട്ടിലെ രാജ്യസ്നേഹികളുടെ, ഈ നാട്ടിൽ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ സാധാരണക്കാരന്റെയും ഐഡിയലാണ് ഭാരതാംബ. ആ ഭാരതാംബ കാവിക്കൊടി പിടിച്ചാലും, ആ ഭാരതാംബ ത്രിവർണ്ണ പതാക പിടിച്ചാലും അത് ഭാരതാംബയാണ്. ആ ഭാരതാംബയ്ക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഈ നാട് മുൻപോട്ട് പോകുന്നത്. അല്ലാതെ ചൈനീസ് മമ്മിമാരെ ഇറക്കിക്കൊണ്ട് ഇവിടെ നിങ്ങളുടെ രാഷ്ട്രം ഉണ്ടാക്കാം, നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു ഐഡിയോളജി ഇവിടെ അങ്ങ് വിതറിക്കളയാം എന്ന് CPMന് ഏതെങ്കിലും തരത്തിലുള്ള മിഥ്യാധാരണയുണ്ടെങ്കിൽ ആ മിഥ്യാധാരണ അവസാനിപ്പിച്ച് താങ്കളുടെ പാർട്ടിയെ പറഞ്ഞു മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കാൻ അവസരം ഉപയോഗിക്കുക.